ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതെങ്ങനെയാവുമെന്നൊന്നും എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഇത്രയും നാളൊരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് എങ്ങനെ ഇടണം എങ്ങനെയാണെന്നൊന്നും അറിയാണ്ട് എല്ലാ തുടക്കക്കാരെ പോലെ തന്നെ ഞാനും വളരെ എന്താ പറയുക വ്യാകുലപ്പെട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. എന്നാൽ ഇന്ന് എന്തായാലും ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, തലേ ദിവസം നമ്മൾ മാവ് കലക്കി വെക്കുന്നതാണ് നെക്സ്റ്റ് ഡേ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുന്നേ കണ്ടത് 3 ടീസ്പൂൺ റവ വെള്ളത്തിൽ കലക്കി വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് അരമുറി തേങ്ങ വേണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ചിരവയുടെ പ്രത്യേകത ഇവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഇരുന്നൊക്കെ ചിരവാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ 300 രൂപയിൽ താഴെ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത്. നമുക്ക് നന്നായിട്ട് ചിരണ്ടാനും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ ഇതിലിട്ട് ഒരു ഇച്ചിരി ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഒരു ഇച്ചിരി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇഷ്ടമില്ലാത്തവരത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 3 സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ എല്ലാ മിക്സും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. വെള്ളം അല്പം കൂടിയിരിക്കുന്നത് തന്നെയാണ് നല്ലത്. റവ നമ്മൾ ഓൾറെഡി കുറുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതും കൂടി ചേർക്കുമ്പോൾ കറക്റ്റ് മിക്സായിട്ട് വരും. നമ്മുടെ മാവിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. വെള്ളം കുറവുണ്ടെന്നാണെങ്കിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി തലേ ദിവസം ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കാം. നെക്സ്റ്റ് ഡേ വരുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. നമുക്ക് നല്ല ചൂട് അപ്പം ചുട്ടെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു അപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല മുട്ടക്കറിയും അതുപോലെ തന്നെ ബീഫും ചിക്കൻ കറിയും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ താങ്ക്